മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞത്തിന് ആശ്വാസം. കാണാതായ 2 വള്ളങ്ങളിലെ 8 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ട ഫാത്തിമ മാതാ വള്ളം തമിഴ്നാട് തീരത്തു നിന്നും സഹായമാതാ വള്ളം കന്യാകുമാരിയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. വ്യാഴാഴ്ചയാണ് 2 വള്ളങ്ങളും വിഴിഞ്ഞം തീരത്തുനിന്ന് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. പിന്നാലെ അപകടത്തിൽപ്പെട്ട വള്ളങ്ങളെ 2 നാൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തുകയായിരുന്നു. എഞ്ചിൻ തകരാറിലായി കടലിൽ അകപ്പെട്ട സഹായമാതാ വള്ളം മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘമെത്തി കന്യാകുമാരിയിൽ നിന്ന് വിഴിഞ്ഞത്തെത്തിച്ചു. വള്ളത്തിലുണ്ടായിരുന്ന റോബിൻസൺ, ഡേവിഡ്സൺ, ദാസൻ, യേശുദാസൻ എന്നിവരെ വിഴിഞ്ഞം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. ഇതിനിടെ രണ്ടാമത്തെ വള്ളമായ ഫാത്തിമ മാതയിലെ 4 തൊഴിലാളികളെയും തമിഴ്നാട് തീരത്ത് നിന്ന് കണ്ടെത്തി. പിന്നാലെ ആശ്വാസം പങ്കുവെച്ച് കാണാതായവരുടെ കുടുംബാംഗങ്ങൾ. ഒരുപാട് ആശ്വാസം. 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസമായില്ലേ. അപ്പോൾ ഒരു വ്യാഴാഴ്ചയാണ് പണിക്ക് പോയത്. ഇപ്പം ചേട്ടൻ വിളിച്ച് വള്ളം മറിഞ്ഞ് ഇവർ കേരള അതിർത്തിയിലാണ് പണിക്ക് പോയത്. തമിഴ്നാട് അതിർത്തിയിലാണ് ഇവർ കൊണ്ട് കാറ്റടിക്കുന്ന ദിശയിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് വള്ളം മറിഞ്ഞ് ഇവർ അത്ര പേരും വള്ളത്തിന്റെ പുറത്താണ് ഉണ്ടായിരുന്നത്. ഉണർന്നു പ്രവർത്തിച്ച സർക്കാർ സംവിധാനങ്ങൾക്ക് വിഴിഞ്ഞം പള്ളി വികാരി ഫാദർ നിക്കോളാസ് നന്ദി പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങൾ സമയോചിതമായി ഉണർന്ന് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ കേട്ടു. അതും വളരെ നന്ദിയുണ്ട്. വളരെ നന്നായിട്ട് തന്നെയാണ് ഞങ്ങളോടൊപ്പം സഹകരിച്ചത്. അതിലുള്ള പ്രത്യേക നന്ദിയുണ്ട്, സന്തോഷവുമുണ്ട്. കാരണം ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് കുറഞ്ഞ കാര്യമല്ല. അല്ലെങ്കിൽ ഈ 8 കുടുംബങ്ങളും അതിനോടനുബന്ധിച്ച് ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ സങ്കടത്തിൽ നിന്ന് കണ്ണുനീര് കുടിക്കേണ്ടി വരും. കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ്, നേവി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഡ്രോണിയർ വിമാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.